ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് 2 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. തിരുവനന്തപുരം നഗരസഭ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കി കഴിഞ്ഞു. അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് മേയർ അഡ്വക്കേറ്റ് വി രാജേഷിനോട് തന്നെ ചോദിക്കാം. സാർ, പൊങ്കാലയുടെ ഒരുക്കങ്ങളൊക്കെ തന്നെ ഇതുവരെ പൊങ്കാലയുടെ ഒരുക്കങ്ങൾ വളരെ നന്നായിട്ട് പൂർത്തിയാകുന്നുണ്ട്. വളരെ നന്നായിട്ട് വളരെ ഭംഗിയായിട്ട് ശാന്തമായിട്ട് മനോഹരമായിട്ട് പൊങ്കാല നിർവഹിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും കോർപ്പറേഷൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ കോർപ്പറേഷൻ, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ക്ഷേത്ര ട്രസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളിൽ അവർ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലൊക്കെ ഉപരിയായിട്ട് ലക്ഷക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾ അവരുടെ വീടുകൾ തന്നെ തുറന്നു കൊടുത്തുകൊണ്ടും, പിന്നെ സന്നദ്ധ സംഘടനകൾ, വിവിധ ആരാധനാലയങ്ങൾ, ഹൈന്ദവ, ക്രൈസ്തവ, ഇസ്ലാമിക ദേവാലയങ്ങൾ ഉൾപ്പെടെ ഭക്തജനങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കുടിവെള്ളത്തിന്റെ ഒരു പ്രശ്നം വളരെ രൂക്ഷമായി തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത് ഒരു ആശങ്കയും വേണ്ട, ആർക്കും ഒരു ആശങ്കയും വേണ്ട. തരണം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാം മുൻക്രമം ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ കോർപ്പറേഷൻ കുടിവെള്ളക്ഷാമമുള്ള എല്ലാ വാർഡുകൾക്കും ഒരു ടാങ്കർ വെച്ച് നിറയെ വെള്ളവുമായി സൗജന്യമായി, അത് പൊങ്കാല നാളുകളിലും പൊങ്കാല കഴിഞ്ഞാലും തിരുവനന്തപുരത്ത് കുടിവെള്ള പ്രശ്നമുള്ള എല്ലാ സമയത്തും ഒരു ടാങ്കർ നിറയെ വെള്ളവുമായി ഞങ്ങൾ കോർപ്പറേഷൻ ചിലർ തന്നെ, അവർക്ക് മറ്റൊരു റിസ്ക്കുമില്ല, കൗൺസിലറെയും അതാത് സ്ഥലത്തുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ ഏൽപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ടാങ്കറുകൾ കൈമാറി കഴിഞ്ഞു. ഇനി കുടിവെള്ളക്ഷാമം കഴിഞ്ഞിട്ട് ആ ടാങ്കറുകൾ തിരിച്ചു വന്നാലും അതിൻ്റെയൊക്കെ തന്നെ എക്സ്പെൻസ് കോർപ്പറേഷൻ നോക്കും. ഞങ്ങളത് കൃത്യമായിട്ട് മേൽനോട്ടം, വാർഡുകളുടെ നമ്പർ ഉൾപ്പെടെ വാഹനത്തിൽ പതിച്ച് വാഹനം വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് ആവശ്യത്തിനനുസരിച്ച് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ അതെങ്ങനെ തരണം ചെയ്യണമെന്നുള്ള മെക്കാനിസം ഉൾപ്പെടെ തീരുമാനിച്ചിട്ടാണ് അയച്ചിട്ടുള്ളത്. അതിന് മേൽനോട്ടം നടത്തിക്കൊണ്ട് കോർപ്പറേഷൻ്റെ ഭരണവിഭാഗം ഉണ്ട്. ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം നഗരസഭ ടാങ്കറുകളിൽ വെള്ളം എത്തിച്ചു നൽകുകയാണ്. അതെ, ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് അനന്തപുരിയിലേക്ക് ഒഴുകിയെത്തുന്ന ജനസാഗരത്തിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാതെ എല്ലാവിധ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും നൽകുകയാണ് തിരുവനന്തപുരം നഗരസഭ. കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള യാതൊരു പ്രശ്നവും നഗരത്തിൽ ഉണ്ടാകാതിരിക്കുവാനുള്ള ഭാഗമായി ടാങ്കറുകളിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എത്തിച്ചു നൽകും. എല്ലാ വാർഡുകളിലേക്കും അതും സൗജന്യമായി വെള്ളം എത്തിച്ചു നൽകുകയാണ് നഗരസഭ ചെയ്യുന്നത്. അതേക്കുറിച്ചുള്ള വിവരങ്ങളാണ് മേയർ നമ്മളോട് പങ്കുവച്ചത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ട്രിവിയൻ അപ്ഡേറ്റ്സിലൂടെ വീണ്ടും അറിയിക്കാം.